അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരം എന്നൊക്കെ സ്വലാത്തിന് നമ്മൾ പറയും. സ്വലാത്ത് സ്വല്ല എന്ന് പറഞ്ഞാൽ ദഅ എന്നാണ് ഭാഷയിൽ അർത്ഥം. ഇസ്ലാമിലെ ഏതൊരു പദത്തിനും ഭാഷാപരമായൊരു അർത്ഥം ഉണ്ടാകും. ഏതൊരു പദത്തിനും, ഇസ്ലാമിൽ മാത്രമല്ല ഏത് ജ്ഞാനശാഖയിലും ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു പദം ഉണ്ടാകും. അത് പിന്നെ ഒരു സാങ്കേതിക അർത്ഥത്തിൽ ഇസ്തുലാഹി എന്ന അറബിയിൽ പറയും. ടെക്നിക്കൽ നെയിമായിട്ട് അല്ലെങ്കിൽ ഒരു ടെർമിനോളജി ആയിട്ട് അത് മാറിയിട്ടുണ്ടാകും. അത് പ്രത്യേകമായ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെ എന്നും പറയും. ഇപ്പോൾ സ്വിച്ച് നമ്മൾ പറയും, ഇലക്ട്രിക് സ്വിച്ച് ഇടുക എന്ന് പറയും. നേരെ മറിച്ച് സ്വിച്ച് എന്നുള്ളത് ഇറ്റ്സെൽഫ് അതന്നെ ഒരു വാക്കുമാണ്, അതിനൊരു അർത്ഥമുണ്ട്. അപ്പോൾ സ്വലാത്ത് എന്നുള്ളത് സ്വല്ല എന്ന് പറഞ്ഞാൽ ദുആ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലെ പദാവലിയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സാങ്കേതിക അർത്ഥത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന് പ്രത്യേകമായിട്ട് സ്വലാത്ത് എന്ന പദം ഉപയോഗിക്കും. അതിലപ്പുറം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നമസ്കാരം, വുളുവോടുകൂടി നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാമോട് തുടങ്ങി സലാമോട് കൂടി അവസാനിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളും അനക്കങ്ങളും ദുഃഖങ്ങളും ഒക്കെ അടങ്ങിയ ആ പ്രത്യേകമായ ഇബാദത്തിനാണ് നമസ്കാരം എന്ന് പറയുന്നത്. അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. ഒരാൾ വിശ്വാസിയായാൽ അടുത്ത ഘട്ടത്തിൽ ഏറ്റവും ആദ്യം അയാൾ ചെയ്യേണ്ടത് നിസ്കാരം നിർവഹിക്കലാണ്. പലപ്പോഴും നമസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും പറയാതെ പോകുന്നു. കാരണം എല്ലാവരും അറിയണതല്ലേ, എപ്പോഴും ചെയ്യണമല്ലേ എന്ന് വിചാരിച്ചിട്ട് നമസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത് കുറവായതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള അശ്രദ്ധ ഉണ്ട് പലർക്കും. പല കാര്യങ്ങളും അറിയാതെ പോകുന്നുണ്ട്, പല കാര്യങ്ങളും അറിയേണ്ട ആവശ്യമുള്ള സംഗതികളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു ബേസിക് നോളേജ് എന്നുള്ള ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ഫർള് ഐനായ കാര്യങ്ങളിൽ, ഇൽമിൽ, ജ്ഞാനത്തിൽ ഫർള് ഐനായി നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു പൊതുവായ കുറേ ധാരണകൾ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അതിൻ്റെ ശ്രേഷ്ഠതകൾ. രണ്ടാമതൊന്ന്, അതിൻ്റെ കർമ്മം ചെയ്യാൻ നമുക്ക് ആവശ്യമാണ്. രണ്ടാമതൊന്ന്, എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ ചെറിയ അശ്രദ്ധകൾ മാറാൻ, നമ്മൾ അറിവില്ലാത്ത ഓർമ്മപ്പെടുത്താൻ. ഇപ്പോൾ ഈ റുക്കോയിലും സുജൂദിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചെല്ലേണ്ടത്, ഇപ്പോൾ റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നും ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും വളരെ കോമൺ ആയിട്ട് അതെല്ലാവർക്കും അറിയണമല്ലേ എന്ന് നമ്മൾ വിചാരിക്കുക. ഒരാളോട് മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരാൾ സംശയിച്ചപ്പോൾ എന്താണ് റുക്കോയിലും സുജൂദിലും ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ചിലപ്പം മദ്രസയിലെ ക്ലാസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, അന്ന് വന്നിട്ടുണ്ടാവില്ല, അതങ്ങനെ മറന്നുപോയി. പിന്നെ അത് ആരും വയലിൽ പറയണില്ല. പിന്നെ എല്ലാവരും മെല്ലെ ചെല്ലണം. ഫാത്തിഹ എല്ലാവർക്കും അറിയും, കാരണം അത് ഉറക്കെ ചെല്ലപ്പെടുന്ന ഒരു സംഗതിയാണ്. റുക്കോയിൽ സുജൂദിലും എല്ലാവരും മെല്ലെ ചെല്ലണത്. അപ്പോൾ എല്ലാവരും എന്നുള്ളൊരു ഒച്ച കേൾക്കുന്നുള്ളൂ. അപ്പോൾ അതിലപ്പുറം എന്താണെന്ന് അറിയണില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാതെ പോകുന്ന കുറേ കാര്യം, വളരെ എല്ലാവർക്കും അറിയണതായിരിക്കും, നമുക്ക് അറിയണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയണമെന്ന് വിചാരിക്കും, നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതല്ലാണ്. പൊതുവെ നമുക്ക് ഈ അശ്രദ്ധ വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ അങ്ങനെ ഒഴിവായി കൊണ്ടേയിരിക്കും. അശ്രദ്ധ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. എന്നാൽ ചില ആളുകൾ നിസ്കാരത്തിൽ അങ്ങനെ അശ്രദ്ധരാകും. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു വരണം. ജമാഅത്തിനെ കുറിച്ചിട്ട് അങ്ങനെ, ജമാഅത്ത് ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണ്. അപ്പോൾ ജമാഅത്തിനെ കുറിച്ച് അശ്രദ്ധരാകും, തിരിച്ചു വരണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ്. നിശ്ചയമായിട്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തലുണ്ടാവണം. എന്നാൽ അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനെ ഏറ്റവും കൂടുതൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ് നിസ്കാരം. അദാനുണ്ട്, അതിന് വിളിയുണ്ട്. ആ വിളി ബാങ്കാണ്. പക്ഷേ ആ ബാങ്ക് നമുക്ക് അങ്ങനെ ഒരു കാഷ്വലായിട്ട് അങ്ങനെ കേട്ടു പോകുന്നു. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളതിനു വേണ്ടി റെഡി ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പം കുറേ ആളുകൾ ബാങ്ക് കൊടുക്കുമ്പോൾ അത് കേൾക്കും, അതിനു വേണ്ടി ഒളു എടുത്ത് കാത്തു നിൽക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഒളുവോടുകൂടെ ബാങ്ക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ. നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നുണ്ടോ ബാങ്ക് കൊടുക്കുമ്പോൾ? നമ്മളേത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? അഥവാ വളരെ ഗൗരവമായിട്ട് ഉണർത്തിയ ഒരു സംഗതിയാണ് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന് വളരെ വലിയ മഹത്വമാണ്. നിസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഗതി ആ ബാങ്ക് കൊടുക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറഞ്ഞൊരു ഹദീസുണ്ട്, സലാസത്തുൻ യൗമൽ ഖിയാമ ലാ കസീബുൻ മിൻ മിസ്കിൻ അസ്വദ് ലാ യഹുലുഹും ഇസാബുൻ വലാ യനാലുഹും ഫസഉൻ ഹത്താ യഫറു മിമ്മാ ബൈനന്നാസ്.
മൂന്നാൾക്കാർക്കുള്ള പ്രത്യേകമായ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയണം. അതിൽ ഒന്ന് റജുലുൻ ഖറ അൽ ഖുർആൻ ഇബ്തിഗാ വജ്ഹില്ലാഹി അമ്മ ബി ഖൗമിൻ വഹും ബിഹി റാദൂൻ. ഖുർആൻ സ്ഥിരമായിട്ട് ഓതി അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ കൊണ്ട് മറ്റുള്ളവർക്ക് ഇമാമെന്നു അങ്ങനത്തെ ഒരാളാണ്. രണ്ടാമത്തെ ഒരാൾ റജുലുൻ അദ്ദന ഫി മസ്ജിദിൻ വദഅ ഇലല്ലാഹി അസ്സ വജല്ല ഇബ്തിഗാ വജ്ഹില്ല, ബാങ്ക് വിളിച്ച ഒരാളാണ്. റജുലുൻ ബിത്തുലിയ ബിർ റിസ്കി ഫി ദുനിയ ഫലം യഷ്കൽഹു ദാലിക അൻ അമലിൽ ആഖിറ. റിസ്ക്കിന് ബുദ്ധിമുട്ടുണ്ടായി, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായി ആളുകൾക്ക്. പിന്നെ സാധാരണ പറയുമല്ലോ, ഈ ജോലി എടുത്തിട്ട് സമയം ആരാധിക്കാനൊന്നും സമയം കിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടും നിസ്കാരം ഇബാദത്തും കാര്യങ്ങളൊന്നും മുടക്കിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ബാങ്ക് കൊടുക്കുന്ന ആൾ. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ, ബാങ്ക് ഇഖാമത്തും കൊടുക്കുക. ഒറ്റയ്ക്ക് നമ്മളിനി ഒരു സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബാങ്ക് കൊടുക്കുക, വിളിക്കുക എന്നുള്ളത്. പൊതുവെ എല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്നതിൽ മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹ, അള്ളാഹുവിലേക്ക് വിളിച്ചതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നുള്ളതിൽ ഇതുപോലും പറയപ്പെട്ടിട്ടുണ്ട്. ബാങ്കും അതിൽ പെട്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആൾ, അപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടാത്തൊരു സംഗതിയാണ്. എന്നാൽ ബാങ്ക് കേൾക്കുക എന്നുള്ളത് എല്ലാവർക്കും അവസരം കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ സമയത്തും നിദാ ഖൂലു മിസ്ലമായ ഖുൽ മുഅദ്ദിൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ മുഅദ്ദിൻ പറയുന്ന അതേപോലെ പറയണം. പിന്നെ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്നുള്ളതിൽ നമുക്ക് വേറെ തന്നെ പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ സദഖത ബരിർത്ത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാങ്കിനൊരു ഉത്തരവുണ്ട്. എന്തിനാണ് ഈ ഉത്തരം? ഇതൊരു തിരിച്ചുവരവാണ്, ഒരു തിരിച്ചു വിളിക്കലാണ്. ഒന്നും മിണ്ടാതിരിക്കുക. നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും നമുക്ക് മിണ്ടാതിരിക്കുക. നമ്മളിപ്പോൾ മാക്സിമം ടോക്ക് ടൈം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കൂടുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളൊന്ന് നിശബ്ദമാകാൻ കഴിയുന്നുണ്ടോ? മനസ്സമത്തനജ എന്നാണല്ലോ, മിണ്ടാതിരുന്ന രക്ഷപ്പെട്ടു എന്നല്ല. ഫക്കുൽ ഖൈറൻ ഔലി അസ്മത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. നോമ്പിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന എന്താണ്? നോമ്പിന് നമ്മളെ സംസാരം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പഠിക്കുന്നുണ്ട്. ഒരു ചെറിയ സമയം ബാങ്ക് കൊടുക്കുന്ന ഒരു 5 മിനിറ്റെങ്കിലും നിശബ്ദമാകാൻ കഴിയുന്നുണ്ടോ എന്ന് എന്നാലോചിച്ച് നോക്കൂ. ചില മതങ്ങളിലെ തന്നെ പ്രത്യേകത, ഇപ്പോൾ ചില ആളുകൾ മുഖത്ത് സ്ഥിരം മാസ്ക് ഇട്ട് വെക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മിണ്ടാതിരിക്കുക, നിശബ്ദരായിട്ടിരിക്കുക, അതൊരു ധ്യാനമാണ്. നിശബ്ദരായിട്ടിരിക്കാൻ കഴിയും. നിങ്ങൾ കുറച്ച് നേരം നമ്മൾ ആലോചിച്ചു, കുറച്ച് നേരം നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കൊന്ന് മിണ്ടാതിരിക്കാൻ കഴിയുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. നമ്മളോടുള്ളൊരു ചോദ്യമാണ്. കുറേ നേരം നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ സംസാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്? അതിന് എല്ലാ സമയവും നമുക്ക് 2 വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ കിട്ടുന്ന 5-10 സമയം മിനിമം വളരെ പ്രധാനമായി കിട്ടുന്നുണ്ട്. ഒന്ന് 5 പ്രാവശ്യം നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ, ബാങ്ക് കേൾക്കുന്ന ആൾക്കാർ അത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയൊരു തൗഫീഖാണ്. അപ്പോൾ ബാങ്ക് കേൾക്കുക. രണ്ടാമത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വേറൊരു പണി നടക്കണില്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ ഫോൺ വിളിക്കുന്നില്ല. അതൊരു അപ്പോയിൻമെൻറ്റ് വിത്ത് അള്ളാഹയാണ്. അത് ഫ്രീ അപ്പോയിൻമെൻറ്റ് വിത്ത് അള്ളാഹ്, വിത്ത് ദ ഗോഡ്. അതുകൊണ്ടാണ് അതിനും അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ മുനാജാത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തന്നത്. നിസ്കാരം എന്നുള്ളത് മിഅ്റാജുൽ മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജിൻ്റെ ആ ഒരു നാളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സങ്കടം ഉണ്ടായ ആമുൽ ഹുസൻ, സങ്കടത്തിൻ്റെ വർഷമാണല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് വഫാത്തായി, തായിഫിൽ നിന്ന് കല്ലേറ് കൊണ്ടു. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. മസ്ജിദുൽ അഖ്സയിൽ പോയി അവിടുന്ന് 7ാം ആകാശത്തിലേക്ക് പോയതിനെയാണ് മിഅ്റാജ് എന്ന് വിളിക്കുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അസെൻഡൻസ് എന്നാണ്, അസെൻഡിങ് ആണ്, മുകളിലേക്ക് ഉയർന്നു പോകലാണ്. യഅ്റുജു ഫിസ്സമായി എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്ത് പ്രയോഗിച്ചത് കാണാം. അപ്പോൾ ആ മിഅ്റാജിൽ സംഭവിക്കുന്നത് എന്താണ്? പിന്നെ മുനാജാത്താണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയും അള്ളാഹുവിനോടുള്ള മുനാജാത്തും. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണമാണ്. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കോൺവെർസേഷൻ നടത്താൻ, അള്ളാഹുവിനോട് കോൺവെർസേഷനാണ്. ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബക്കൽ കയ്യൂമ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ബൈത്തുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ. അന്നത്തെ ആ യാത്രയുടെ ഓർമ്മയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് നിസ്കാരത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിസ്കാരം എന്നുള്ളത് എന്താണ്? മിഅ്റാജിൻ്റെ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പരിചയപ്പെടുത്തിയ എന്താണ്? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ മുനാജാത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിയ്യത്ത് ചെയ്ത് ഒളുവോടുകൂടെ ശുദ്ധിയായിട്ട് ശരീരവും മനസ്സൊക്കെ ശുദ്ധീകരിച്ചിട്ട് ഒളുവോടുകൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര പോവാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടുന്നത് വരെ പിന്നെ മിഅ്റാജുൽ മുഅ്മിൻ മുനാജാത്തു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണമാണ്. അപ്പോൾ ആ ഒരു മുനാജാത്ത് നടക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മിണ്ടുന്നില്ല, നമ്മൾ വേറെ സംസാരങ്ങൾ പോകുന്നില്ല, നമ്മൾ ഫോൺ വിളിക്കുന്നില്ല, നമ്മൾ എൻഗേജ്ഡ് ആവുന്നില്ല. ഫിസിക്കലി തന്നെ എൻഗേജ്മെൻറ്റ് കുറഞ്ഞു, മെൻ്റലി
എൻഗേജ്മെൻ്റ് ഇല്ലാതെ അള്ളാഹുവുമായിട്ട് മാത്രം ആ എൻഗേജ്മെൻറ്റിനെ പരിമിതപ്പെടുത്തി മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഖുശൂവും ഖുളൂവും വർദ്ധിപ്പിച്ച് അത് മനുഷ്യൻ്റെ നിരന്തരമായ ഒരു പരിശ്രമമാണ്. മഹാന്മാരായ ആളുകൾ ഫിഖ്ഹായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഈ കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്ത നിസ്കാരം ശരിയായി എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ആത്മാവ്, നിസ്കാരത്തിൻ്റെ സോള് അത് വളരെ പ്രധാനമാണ്. അത് നമ്മളെ എത്രമാത്രം ഭൗതികതയിൽ നിന്ന്, നമ്മുടെ വ്യവഹാരങ്ങളിൽ നിന്ന്, നമ്മുടെ ടെൻഷനുകളിൽ നിന്ന്, നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരുപാട് സങ്കീർണതകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം അകറ്റാൻ കഴിയും. അങ്ങനെ നിസ്കാരത്തെ പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ആലോചനയാണ്. ആ ആലോചനയ്ക്ക് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നടത്തേണ്ടി വരും. നമ്മൾ വലിയൊരു കോൺഫറൻസിന്, ഒരു സമ്മേളനത്തിന്, ഒരു അപ്പോയിൻമെൻറ്റിന്, ഒരു ഇൻ്റർവ്യൂക്ക്, ഒരു റെക്കോർഡിങ്ങിന്, അതുപോലെ തന്നെ ഒരു മീറ്റിങ്ങിന്, എന്തെല്ലാം, ഒരു കല്യാണത്തിന്, ഒരു സൽക്കാരത്തിന്, ഏതെല്ലാം തരത്തിലുള്ള പ്രിപ്പറേഷൻ നടക്കുന്നു. സോ ദാറ്റ് ആ ഒരു കാര്യം വളരെ നന്നായിട്ട് നടക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു ടേം വളരെ കുറച്ച് സമയമായിരിക്കും. ചിലപ്പോൾ ഒരു സമ്മേളനം നടക്കുക 2 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുക 1 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ ഒരു കല്യാണത്തിൻ്റെ മുഹൂർത്തം കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സമയമായിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു മീറ്റിംഗ് ആയിരിക്കും. ഒരു പ്രധാനമന്ത്രി വന്നിട്ട് പോകണ 10 മിനിറ്റ് ആയിരിക്കും, മിനിസ്റ്റർ വന്ന് പോകണ ഒരു 5 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കണ്ട് ചിലപ്പം വന്ന് തന്നെ വരുമല്ലോ, വരും തന്നെ ഉറപ്പില്ല. എന്നാൽ പോലും നമ്മളതിന് വളരെയധികം പ്രിപ്പയർ ചെയ്യും. അപ്പോൾ മനുഷ്യനെന്താണ് അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അല്ലാഹുവിനോടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് അത് മനുഷ്യന് തന്നെ ഒരുപാട് അവസ്ഥകൾ മനുഷ്യന് അത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷം കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആത്മീയമായ ഒരു ഭാരമിറക്കി വെക്കലാണ്, നമ്മളൊരു ടെൻഷൻ ഫ്രീ ആക്കലാണ്, നമ്മളൊന്ന് മാനസികമായും ശാരീരികമായിട്ടും ഉള്ള പക്വതയിലേക്കും തെളിമയിലേക്കും കൊണ്ടുവരലാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സല ഇന്നഹ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിങ്ങൾ അഭയം തേടി, നിസ്കാരത്തോട് നിങ്ങൾ നിസ്കാരം കൊണ്ടും സബ്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നിങ്ങൾ ഇസ്തിആനത്ത് സഹായം തേടണം. അപ്പോൾ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഒരു മുനാജാത്തായിട്ട്, അത് മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മെഡിറ്റേഷനാണത്. അത് ആത്മീയവും ട്രാൻസെൻഡിങ് ആയിട്ടുള്ള പരലോകവും കൂടിയിട്ട് ബന്ധമുള്ള വലിയൊരു മെഡിറ്റേഷനാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന് ബാങ്ക് മുതൽ, വിളിയാളം മുതൽ മനുഷ്യൻ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വിളിയാളം നടക്കുമ്പോൾ, അതിൻ്റെ വിളി നടക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കുന്നു, അതിനോട് നമ്മൾ പ്രതികരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും മഹാന്മാരായ ആളുകളൊക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമായിരുന്നു എന്നുള്ള. അപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കൊന്നും കൂടി ഒരു ആഡഡായിട്ട് ഈ ഒരു സമയം നമ്മളതിനു വേണ്ടി മാറ്റിവെക്കാൻ, നമ്മളതിനു വേണ്ടി നമ്മുടെ ജീവിതം അതുമായിട്ട് റിവോൾവിങ് അറൗണ്ട് ആകണം. അപ്പോൾ നമുക്ക് മാനസികമായ ഒരുപാട് പക്വത ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കിട്ടും, ഒരുപാട് ശ്രദ്ധ കിട്ടും, നമ്മുടെ ഒരുപാട് കാര്യത്തിൽ ഒരു അള്ളാഹു ഒരു ഓപ്പണിങ് നമുക്ക് നൽകും. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഹദീസുകൾ ഉൾക്കൊള്ളുക, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഖുദ്സിയായ ഹദീസിൽ വമാ തഖറബ ഇലയ്യ അബ്ദി ബി അഹബ്ബ ഇലയ്യ മിമ്മാ അഫ്തറൽതുഹു അലൈഹി. നിർബന്ധമായിട്ടും ഈ നിസ്കാരത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത അള്ളാഹുവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം നിർബന്ധമാക്കപ്പെട്ടതിൽ നിന്നാണ്. അപ്പോൾ നിസ്കാരം മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ടൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആൻ വേറെ തന്നെ പറയുന്നുണ്ട് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇത് 2 രീതിയിൽ വളരെ പ്രധാനമായ ഒരു ആയത്താണിത്. നിശ്ചയമായും നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഏറ്റവും നികൃഷ്ടമായ കാര്യങ്ങൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, എല്ലാ തെറ്റുകളും അതിൻ്റെ അകത്തുപെട്ടു. ഫഹ്ശാഉം മുൻകറും, നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്നും നിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ നിസ്കാരം തടയും. അപ്പോൾ നമ്മളെ നിസ്കാരം ഇങ്ങനെ ശരിയായി വരുന്നുണ്ടെങ്കിൽ, നിസ്കാരം അതിൻ്റെ സാധുത, അതിൻ്റെ പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്വീകാര്യത, കബൂലിയത്ത് ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കും. ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്ന് മനുഷ്യനിങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ടേയിരിക്കും. കാരണം നിസ്കാരം നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായൊരു ഹദീത്ത് ഉണ്ടല്ലോ, നിങ്ങളുടെ അടുക്കലൂടെ നെഹ്റുൻ ജാരിൻ ഫി ബാബി അഹദിക്കും നെഹ്റുൻ അദബുൻ ജാരിൻ, നിങ്ങളുടെ വളരെ മനോഹരമായ നല്ല മാധുര്യമുള്ള നല്ല തെളിഞ്ഞ വെള്ളമുള്ള ആഴമുള്ള ഒരു പുഴ നിങ്ങളുടെ വീടിൻ്റെ പുറകിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അതിൽ 5 നേരം കുളിക്കുന്നു. നിങ്ങളിൽ വലിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, എന്തെങ്കിലും ചെളിയോ ചേറോ അവസാനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സഹാബത്ത് പറയുന്നുണ്ട്, എങ്ങനെ അവസാനിക്കും?
അവസാനിക്കാനാണ്. അപ്പോൾ 5 നേരം ഫ്രഷായി കുളിച്ചടക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. ഒരു ദിവസം കുളിക്കുക, 2 നേരം കുളിക്കുന്ന ആൾക്കാരുണ്ട്. 5 നേരം കുളിക്കുന്ന, അത് ഷാമ്പുവും കാര്യങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി ശുദ്ധീകരിക്കുന്ന ഒരാൾ എത്രമാത്രം ശുദ്ധീകൃതമായിരിക്കും. ശരിക്കും ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മസലു സലവാത്തിൽ ഖംസി, 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഉദാഹരണം അതിനോടാണ് ഉപമിച്ചത്. അവർ എല്ലാ ചേറുകളിൽ നിന്നും ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളിലും ശുദ്ധീകൃതനായി അദ്ദേഹത്തിന്, അങ്ങനെ ആ ഒരു വ്യക്തിക്ക്, നിസ്കരിക്കുന്ന ഒരു ആണിനും പെണ്ണിനും ആ മനോഹരമായ ഒരു സ്ഫുടം ചെയ്തെടുത്ത ഒരു ശരീരം ലഭിക്കും, ഒരു ഹൃദയം ലഭിക്കും, ഒരു മനസ്സ് ലഭിക്കും, ഒരു ജീവിതം ലഭിക്കും. അപ്പോൾ അത് നിസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. നമ്മൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടോ, നമ്മൾ മോശം പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കുന്നുണ്ടോ, നമ്മൾ മോശമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ. നിസ്കാരം സലാം വീട്ടാൻ കാത്തുക്കുകയാണ്, നമ്മൾ ഈബത്തും നമീമത്തും പറയാനും ലൈക്കും ഷെയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യാനൊക്കെ കാത്തുക്കുകയാണെങ്കിൽ അപ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് പുനർവിചനം നടത്തണം. അതേപോലെ അതിന് തിരിച്ചൊരു ഒരു ചോദ്യമുണ്ട്. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എന്തെങ്കിലും, അഥവാ നമ്മളുടെ ഒരുപാട് തെറ്റുകൾ മാറ്റിവെക്കാൻ അത് നമ്മൾ പ്രേരകമാവും. അപ്പോൾ എൻ്റെ നിസ്കാരം ഇതൊന്നും ഫലം ചെയ്യണില്ല, ഞാൻ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ നിസ്കാരത്തിലേക്ക് തിരിച്ചു വരുന്നതിനനുസരിച്ച്, ആത്മീയമായി ആ ഒരു നിശ്ചിത സമയം അള്ളാഹുവിന് വേണ്ടി നൽകുന്നതിനനുസരിച്ച്, പ്രത്യേകമായി നൽകുന്നതിനനുസരിച്ച് ജീവിതം മുഴുവനും അങ്ങനെ മാറ്റിവെക്കേണ്ടവരാണ്. ആ ഒരു പ്രേരണയിലാണ്, ആ ഒരു ഉത്തേജനത്തിലാണ്, ആ ഒരു ഇൻസ്പിറേഷനിലാണ് മനുഷ്യർ സകല അമലുകളും ചെയ്യേണ്ടത്. ലില്ലാഹി ഫില്ലാഹി. അപ്പോൾ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാകും, അതിനൊരു സിൻസിയാരിറ്റി ഉണ്ടാകും, ഇഖ്ലാസ് ഉണ്ടാകും. അപ്പോൾ നിസ്കാരം പ്രത്യേകമായിട്ട് നമ്മൾ അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ക്രമേണ എന്തെങ്കിലും ആ നിസ്കാരത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ഒരുപാട് തെറ്റുകൾ, നമ്മുടെ കുറവുകൾ, നമ്മളേതെങ്കിലും നമ്മുടെ അനാവശ്യമായ പ്രവർത്തികൾ, ആശാസ്യകരമല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇല്ലാതായി പോകും. അള്ളാഹു യർസുഖു മൻ യശാ എന്നാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരാധനയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അള്ളാഹു ഒരുപാട് വഴികൾ നമുക്ക് തുറന്നു തരും. അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് ഉള്ള വളരെ ഗൗരവമായ ഓർമ്മപ്പെടുത്തൽ, ആലോചിക്കൽ, നിസ്കാരത്തെ തിരിച്ചറിയൽ, മനസ്സിലാവൽ, നിസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കൽ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കൽ, ഇത് വളരെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.